ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിങ്ങനെ നിങ്ങളെ കാണിക്കാൻ പോകുന്നതും ബ്രെഡ് പുഡിംഗ് ആണ്. സോ അതിന് വേണ്ടി നമ്മളൊരു പാക്കറ്റ് ബ്രെഡ്, കസ്റ്റാർഡ് പൗഡർ, 1/2 ലിറ്റർ പാല്, ദെൻ ആവശ്യത്തിന് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് പാല് ഞാൻ പാനിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കൂടാതെ അതിൽ നിന്നും തന്നെ കുറച്ച് ഞാനൊരു കുഞ്ഞു കപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ കപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്, എൻ്റെ ചേച്ചിയുടെ മക്കൾ വന്നിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. സോ ഞാൻ നോക്കിയപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു ബ്രെഡ് പുഡിംഗ്. അപ്പം അവരെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരാൾക്ക് കസ്റ്റാർഡ് കൊടുത്തു, ഒരാൾ ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ സ്റ്റവ് ഓൺ ചെയ്ത് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, 2 ടേബിൾ സ്പൂൺ ഷുഗർ, 2.5 ടേബിൾ സ്പൂൺ ഷുഗർ, ദെൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് ചെറിയ ഫ്ലെയിമിൽ അതിനൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 2 സെക്കൻഡ് മുമ്പ് എനിക്കൊന്ന് ഓഫ് ചെയ്യുന്നു. ബാക്കി കളർ വൈസൊക്കെ നോക്കുമ്പോൾ പെർഫെക്റ്റാണ്. പക്ഷേ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്, ഒരു 2 സെക്കൻഡ് മുമ്പ് നമ്മളിത് ഓഫ് ചെയ്തില്ലെങ്കിൽ പെർഫെക്റ്റ് ടേസ്റ്റ് ആയേനെ. പക്ഷേ കുട്ടികൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ അവർ വലിയ ഫ്ലാറ്റാണ്, അവർ വളരെയധികം ടേസ്റ്റ് ചെയ്തു, എൻജോയ് ചെയ്തു. അപ്പം എന്നെ സെറ്റായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഓഫ് ചെയ്യേണ്ടതായിരുന്നു. ദെൻ ഞാൻ മറ്റൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്നായതുകൊണ്ട് തന്നെ ഞാനൊന്നും പ്ലാൻ ചെയ്തില്ല, ഏത് പ്ലേറ്റ് വേണം അങ്ങനെയൊന്നും സെറ്റ് ചെയ്തില്ല. അപ്പോൾ എനിക്ക് പറ്റിപ്പോയൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനെടുത്ത കാരമലിൻ്റെ അളവ് കുറഞ്ഞു പോയി. ഈ ഒരു പ്ലേറ്റിലേക്ക് പറ്റുന്നതല്ലായിരുന്നു. അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പഞ്ചസാരയുടെ എമൗണ്ടും വെള്ളത്തിൻ്റെ എമൗണ്ടും കൂട്ടേണ്ടതാണ്. അത് കഴിഞ്ഞതിന് ശേഷം തിളച്ച് വരുന്ന പാലിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ കസ്റ്റാർഡ് മിക്സ് നന്നായി തിളച്ച് വരുന്നവരേക്കും കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഞാൻ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം. ദെൻ ചൂടാറാനായിട്ട് വെക്കാം. ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കാരമലൈസ് ചെയ്ത പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓഫ് ചെയ്തു. ഇനി കുറച്ച് നേരം റെസ്റ്റാണ്. ദെൻ ആഫ്റ്റർ നമ്മുടെ കാരമലൈസ് ചെയ്ത പാത്രത്തിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, അത് എമൗണ്ട് കുറഞ്ഞതുകൊണ്ട് തന്നെ അത്രയും ഒരു ഭംഗി കിട്ടിയില്ല. ദെൻ ഞാൻ ലെയറായിട്ട് സെറ്റ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ബ്രെഡ്, ഒരു 4 ബ്രെഡ് മിനിമം ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 4 ബ്രെഡിൻ്റെ 4 സൈഡ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.